തിരുവനന്തപുരത്ത് കൈമനത്ത് GVS ഷോറൂമിൻ്റെ ഫ്രണ്ട് വാഹനങ്ങൾ ഇറക്കി വെച്ചിരിക്കുന്നു. ഏകദേശം 4 ലെയറുകളിലായി റോഡിൽ വാഹനങ്ങൾ ഇറക്കി വെച്ചിരുന്നു. അതുപോലെ തന്നെ ഫുട്പാത്തും കയ്യേറിയിരിക്കുന്നു. ഇവിടുത്തെ പോലീസിന് നോക്കാനുള്ള സൗകര്യമില്ലേ? അതോ ഇതൊന്നും കാണാത്തതാണോ? തിരുവനന്തപുരം ജില്ലയിൽ നീറവൻകരയ്ക്ക് സമീപമാണ് TVS ഷോറൂമിൻ്റെ മുൻപിലായുള്ള കാഴ്ചയാണിത്. 4 ലെയറിലായി പൂർണ്ണമായും റോഡ് കയ്യേറി, ഫുട്പാത്തും കയ്യേറി ഷോറൂമിൻ്റെ പുതിയ വാഹനങ്ങൾ ഇറക്കി വച്ചിരിക്കുന്നു. കരമന പോലീസ് സ്റ്റേഷൻ്റെ നോ പാർക്കിംഗ് ബോർഡ് ഉൾപ്പെടെ വെച്ചിട്ടുണ്ട്. അതിനെയെല്ലാം എടുത്ത് ചരിച്ചു വെച്ചിട്ട് പകരം 4 ലെയറിലായി ജനങ്ങളെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാവുന്ന രീതിയിൽ വാഹനങ്ങൾ പൂർണ്ണമായി റോഡിലാണ് ഇറക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ഏകദേശം 150-200 മീറ്റർ മാറിക്കഴിഞ്ഞ് കരമന പോലീസ് സ്റ്റേഷനാണ്. പക്ഷേ അവിടുത്തെ പോലീസ് അധികാരികൾ ഇതൊന്നും കാണുന്നില്ല. കാരണം കൃത്യമായ രീതിയിൽ അവരെ ഈ കമ്പനിക്കാർ പോയി സ്വാധീനിക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇത്തരമൊരു രീതി കാണിക്കുമ്പോഴും ഇതൊന്നും പോലീസ് കാണില്ലെന്ന് പറഞ്ഞ് എന്താണ് ഇവിടുത്തെ അവസ്ഥ? അതായത് സാധാരണപ്പെട്ടവൻ ഒരു വാഹനം റോഡിൽ പാർക്ക് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ അവൻ 500-1000 രൂപ പെറ്റി എഴുതി വെച്ചിട്ട് പോകും. ഇതെല്ലാം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. കൃത്യമായ രീതിയിൽ ഇതിനെതിരെ ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് കാര്യം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഇവിടുത്തെ ഒരു വാർഡ് കൗൺസിലർ വിചാരിച്ചാൽ മാറ്റാമെന്നുള്ള കാര്യമേ ഉള്ളൂ. തിരുവനന്തപുരം നഗരസഭ ഇത് കൃത്യമായ രീതിയിൽ ഇടപെടുക തന്നെ വേണം. അപ്പോൾ മറ്റൊരു സ്ഥലത്തിൻ്റെ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.